ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് ഇതായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വാർഡ് ഒന്നാകെയായിട്ട് വാർഡിൻ്റെ ഈ എൻട്രി പോയിന്റിൽ വെച്ച് തന്നെ സ്വീകരണം നൽകുന്നത്. നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇത് ഏറ്റെടുത്തുള്ളതാണ്. മറ്റു രാഷ്ട്രീയ മത ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും ഏറ്റെടുത്തുള്ളതാണ്. ഇത് സന്തോഷമാണ്. കഴിഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ സ്പന്ദനമായി മാറിയിരുന്നു മഹാത്മാ അയ്യൻകാളി ഗുരുവിന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുവാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ച് മഹാഭാഗ്യമായി ഞാൻ കാണുകയാണ്. നമസ്കാരം. പോസിറ്റീവ് ന്യൂസ് ചാനൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ പ്രത്യേകത നിറഞ്ഞ, വളരെ വിസ്മയം ജനിപ്പിക്കുന്ന, ചരിത്രത്തിൻ്റെ സുവർണ താളുകളിൽ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ടുന്ന ഒരുപിടി ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാത്മാ അയ്യൻകാളി ഒരു കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ, അടിമയാക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാട്ടം നടത്തേണ്ടി വന്ന, വിപ്ലവം നടത്തേണ്ടി വന്ന നവോത്ഥാന നായകൻ. അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കി ചിന്തിക്കുകയാണെങ്കിൽ വളരെ തമസ്കരിക്കപ്പെട്ട ഒരു ചരിത്രത്തിന് ഉടമയാണ് മഹാത്മാ അയ്യൻകാളി. ആ മഹാത്മാവിൻ്റെ പഞ്ചലോക വിഗ്രഹം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ വാഴപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ മഹാത്മാ അയ്യൻകാളി ഗുരുദേവൻ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ അനാച്ഛാദനം ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഈ അനാച്ഛാദനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, അസഹിഷ്ണുതയുടെ ഒരു മറ പോലെ നിർത്തിക്കൊണ്ട് ജാതീയത പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മഹാരഥന്മാരുടെ നവോത്ഥാന മൂല്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ശ്രീ മഹാത്മാ അയ്യൻകാളിയുടെ ഈ പ്രതിമ അനാച്ഛാദനം, ഈ പഞ്ചലോഹ പ്രതിമ അനാച്ഛാദനം വളരെയേറെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായി അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ഏതായാലും വളരെ കണ്ണിന് കുളിർമയേകുന്ന ആ നല്ല കാഴ്ചകളിലോട്ട് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം.
പഞ്ചലോക പ്രതിമ കൊണ്ടുവരുന്ന ഘോഷയാത്ര വാർഡ് മെമ്പറായിട്ടുള്ള വാർഡ് കൗൺസിലറായിട്ടുള്ള സ്മിത സുനിൽ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് സ്മിത സുനിലോട് ചോദിക്കാം എന്താണെന്നുള്ളത്. ഇന്നത്തെ സാമൂഹിക കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ് അന്നത്തെ നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് കടന്നു പോകുന്നത്. എങ്ങനെ കാണുന്നു ഈ പ്രതിമ അനാച്ഛാദനത്തെ എങ്ങനെയാണ് മാഡം കാണുന്നത്? തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാരണം മതസ്ഥിത വർഗത്തിനെ ഉന്നതിയിൽ എത്തിക്കാനായിട്ട്, കാരണം ഒരേപോലെ കണക്കാക്കി അവരെ ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആ വ്യക്തിയുടെ മൂല്യങ്ങൾ ഇന്ന് നമ്മൾ മുന്നിൽ തന്നെ നിർത്തി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് ഇതായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വാർഡ് ഒന്നാകെയായിട്ട് വാർഡിൻ്റെ ഈ എൻട്രി പോയിന്റിൽ വെച്ച് തന്നെ സ്വീകരണം നൽകുന്നത്. മഹാത്മാ ശ്രീ അയ്യൻകാളിയുടെ ഈ പഞ്ചലോക പ്രതിമ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിലുടനീളം നമ്മൾ വളരെ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ മാതൃകയാക്കേണ്ടുന്ന ഒരുപിടി കാഴ്ചകൾ കാണുകയുണ്ടായി. മറ്റൊന്നുമല്ല, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ സാമുദായിക ജാതീയ സംഘടനകൾ ഒക്കെ തന്നെ ഈ പ്രതിമയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ തന്നെ മാതൃകയാക്കേണ്ടുന്നതാണ്. ഇത് കണ്ട ഞങ്ങൾക്ക് വളരെയധികം വിസ്മയം ജനിപ്പിക്കുന്നതായിരുന്നു. പ്രശസ്ത കലാകാരനും അതോടൊപ്പം തന്നെ ദളിത് ആക്ടിവിസ്റ്റുമായിട്ടുള്ള സ്മിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. മഹാത്മാ അയ്യൻകാളിയുടെ പഞ്ചലോക പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതുമായ അതിനെങ്ങനെയാണ് സ്മിത്ത് വിലയിരുത്തുന്നത്? വളരെ സന്തോഷമുള്ള നിറഞ്ഞ ഒരു നിമിഷമാണിത്. അതിലേറെ അഭിമാനവും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മഹാത്മാ അയ്യങ്കാളിയുടെ പഞ്ചലോക പ്രതിമ ഇങ്ങനെ, അതും നമ്മുടെ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ വാഴപ്പള്ളിയിലാണ്. നമ്മുടെ മഹാത്മാ അയ്യങ്കാളി ഗുരുദേവൻ്റെ സാംസ്കാരിക സമിതിയാണ് ഇത് ചെയ്യുന്നത്. ഇതിനെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. കാരണം ഒരുപാട് സാമൂഹിക നേതാക്കന്മാരെ നമുക്കറിയാം. പക്ഷേ അതിലുപരി മഹാത്മാ അയ്യങ്കാളിയുടെ മഹാത്മ്യമെന്ന് പറഞ്ഞാൽ നമ്മളെ മാറുമറക്കാൻ, വഴി നടക്കാനും, വിദ്യാഭ്യാസത്തിനും, അതിലുപരി തൊഴിലിനും ലോക തൊഴിലാളി വിപ്ലവ ആചാര്യനാണ് മഹാത്മാ അയ്യങ്കാളി. ഈ ഒരു നിമിഷം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഏറ്റെടുത്തെന്നുള്ളതാണ്. മറ്റു രാഷ്ട്രീയ മത ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും ഏറ്റെടുത്തെന്നുള്ളതാണ്. ഇത് സന്തോഷമാണ്. ഇതുപോലെ തന്നെ ഇത് കേരളത്തിൽ മുന്നോട്ട്
ഇതുപോലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സാധാരണ ദളിത് സമുദായങ്ങളിലും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും പറഞ്ഞ 350 സംഘടനയാണെന്ന് പറഞ്ഞു, അതൊന്നും നമുക്ക് വിഷയമല്ല. എല്ലാവരും ഇത് ചെയ്യേണ്ട കാര്യമാണ് എന്ന് എനിക്ക് സന്തോഷമുള്ള നിമിഷമാണ്, വളരെ അഭിമാനമാണ്. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഞാൻ നോക്കുമ്പോൾ വളരെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് വളരെ സന്തോഷകരമായിട്ട് വളരെ ആനന്ദകരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് കാണാൻ നമുക്ക് കാഴ്ചയിൽ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. പൂർണ്ണമായിട്ട് ഞങ്ങൾ ഈ ഘോഷയാത്ര അനുഗമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടത് ജാതിമത ഭേദമന്യേ എനിക്ക് തോന്നുന്നു മറ്റുള്ള ജാതി സംഘടനകളൊക്കെ തന്നെ ഇതിന് വമ്പിച്ച സ്വീകരണം നൽകുന്നത് ഞങ്ങൾ കണ്ടു. തീർച്ചയായിട്ടും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ഒരു മാതൃകയാണ്. അതിനെങ്ങനെയാണ് ഈ നാടിൻ്റെ ജനതയെ എങ്ങനെയാണ് സ്മിത്ത് വിലയിരുത്തുന്നത്? ഈ കോട്ടയം ജില്ലയിൽ ഈ ചങ്ങനാശ്ശേരിയിൽ ഈ വാഴപ്പള്ളിയിൽ ഈ നടന്ന ഈ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങ് കേരളത്തിലെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ തമ്മിൽ തള്ളുകയും കൂറുമാറുകയും കൂട്ടിലിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരും കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ആശയമാണ് ഇന്ന് നമ്മൾ ഈ ചങ്ങനാശ്ശേരി കണ്ടുപിടിക്കുന്നത്. ഈ സ്വീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സമുദായ സംഘടനയും എല്ലാ രാഷ്ട്രീയ സംഘടനയും എല്ലാവരും ഒരുപോലെ ഒന്നടങ്കം സ്വീകരണം കൊടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് കണ്ട കാഴ്ച വളരെ സന്തോഷകരമായി എനിക്ക് തോന്നുന്നു. എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇതിപ്പോൾ സാധാരണ സംഘപരിവാർ ശക്തികളും ആണ് ഈ സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ സംഘപരിവാർ സംഘടനകളും ഇതിന് സ്വീകരണം നൽകുന്നത് ഞങ്ങൾ കാണുന്നു. അത് ഒരു മാറ്റത്തിന്റെ ഇതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്, കേരളത്തിൽ എല്ലാവരും നല്ല ആളുകളാണ്. 90% നല്ല ആളുകൾ, 10% ആളുകൾ മാത്രമേ ഉള്ളൂ മതപരമായും ജാതിപരമായ രാഷ്ട്രീയപരമായും ചിന്തിക്കുന്നത്. അവരാണ് കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ വിവിധ സംസ്ഥാനങ്ങളിലും വിഷം കുത്തിവെക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കാഴ്ച ഒന്നായും എല്ലാവരും നിൽക്കുന്നതാണ്. ഇത് സമൂഹത്തിന് ഒരു വലിയ മെസ്സേജാണ്. എല്ലാവർക്കും ഒന്നാകാൻ പറ്റും. അത് രാഷ്ട്രീയവും മതവും ജാതിയും മറന്ന് ഒന്നാകാൻ പറ്റും. എല്ലാവർക്കും മനുഷ്യനെ കാണാൻ പറ്റുന്ന കറക്റ്റ് കാഴ്ചപ്പാടാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെ പഞ്ചലോഹ പ്രതിമ കേരളത്തിൽ ഇതാദ്യമാണ്. നമ്മുടെ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ വാഴപ്പള്ളിയിൽ ഇതിപ്പം പ്രതിഷ്ഠ ഇപ്പം സ്ഥാപിതമാവുകയാണ്. വൻപിച്ച ഒരാഘോഷമാണ്. ഇവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരാഘോഷമാണ്. നമുക്കിത് കാണാം. മഹാത്മാ അയ്യങ്കാളി ഗുരു സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ്. അതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളത് കണ്ടത്. ജീവിക്കുന്നു. ജയ് ജയ് അയ്യങ്കാളി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിവിധ സാമുദായിക സംഘടനകളിലെയും സാമൂഹിക സംഘടനകളിലെയും നേതാക്കന്മാർ പങ്കെടുത്തു.
പൊതുസമ്മേളനം AKCHMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കല്ലറ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഒരു പ്രതിമ ഇന്ന് വാഴപ്പള്ളി പ്രദേശത്ത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോരുന്ന നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ സ്പന്ദനമായി മാറിയിരുന്ന മഹാത്മാ അയ്യൻകാളി ഗുരുവിൻ്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുവാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ച് മഹാഭാഗ്യമായി ഞാൻ കാണുകയാണ്. എന്നോടൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനകളായ അഖില കേരള ചേർമർ ഹിന്ദു മഹാസഭയും കേരള പുലേർ മഹാസഭയും ഒത്തുചേർന്നുകൊണ്ട് ഒരു സാംസ്കാരിക സമിതിക്ക് രൂപം കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അവരുടെ ആശയവും ആവേശവും മഹാത്മാ അയ്യൻകാളി യജമാനൻ ഇവിടെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഇവിടെ നിൽക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അധ്യക്ഷൻ സൂചിപ്പിച്ചു, സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ കരയുകയാണോ ചിരിക്കുകയാണോ എന്ന് പറയുവാൻ പോലും കഴിയുന്നില്ല എന്ന് അദ്ദേഹവും സൂചിപ്പിച്ചു കഴിയുന്നു. ഈ വികാരമാണ് വാഴപ്പള്ളി പ്രദേശം മുഴുവൻ ഇന്ന് അലയടിക്കുന്നത്. പ്രിയമുള്ളവരെ, മഹാത്മാ അയ്യൻകാളി യജമാനൻ കാലിൻ അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് ഈ വാഴപ്പള്ളി. ആ വാഴപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ ഓജസ്സും തേജസ്സും ഇവിടെ നമുക്ക് പ്രതിഷ്ഠിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ മഹത്തരമാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്,